കാത്തിരിക്കേണ്ട കാര്യം എന്താ കോൺഗ്രസ്സിന്? 37 അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചതാ വന്ദേ ഭാരതത്തിൻ്റെ എല്ലാ ചരണങ്ങളും ചൊല്ലേണ്ടതില്ലെന്നുള്ളത്. നമ്മുടെ ഭരണഘടനാ സമിതി അസംബ്ലിയുടെ യോഗത്തിൽ ഈ പ്രശ്നം ഉയർന്നു വന്ന് കോൺഗ്രസ്സല്ലേ നയിച്ചിരുന്നത്, തീരുമാനിച്ചതാ. എന്തേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്ക് 15-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരുന്നു? യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ മോദിയെ കേരള മുഖ്യമന്ത്രി ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഭയപ്പെടുന്നതാണോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മണിയടിക്കുകയാണെന്നാണ് ഞാൻ പറയും. കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞപ്പോൾ UDF അതുകൊണ്ട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോഴത് തന്നെ തുടരുന്നത്. കേരളത്തിന് എന്തെങ്കിലും അധിക സഹായം നൽകാനൊന്നും കേന്ദ്രം തയ്യാറല്ല. കേന്ദ്രം പറഞ്ഞതനുസരിക്കുകയാണെങ്കിൽ ഞങ്ങളിനി PM ശ്രീയുടെ ഫണ്ട് നൽകാം, ഞങ്ങളിനി ഹൗസിങ്ങിനുള്ള പണം നൽകാം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ മോഡി സർക്കാരിനെ പ്രീതിപ്പെടുത്തി കാര്യങ്ങൾ നേടാം എന്നുള്ളൊരു ചിന്തയാണ്. അല്ലെങ്കിൽ താവളപത്രം ഇറക്കിയപ്പോൾ അതിൽ വിമർശനം വേണ്ടേ? ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പോട്ടെ, നയപ്രഖ്യാപനം പറയുമ്പോൾ നയം പറയണ്ടെന്ന് ഈ കേരളത്തിലെ കോൺഗ്രസ്സിന് BJP സർക്കാരിനെ വിമർശിച്ചു കൊണ്ടുള്ളൊരു നയപര സമീപനം ഇല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശന് 15-ാം തീയതി വരെ കോൺഗ്രസ് നയം പ്രഖ്യാപിക്കാൻ കാത്തിരിക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഈ മെറ്റ വിഷയത്തിൽ പല വിശദീകരണങ്ങളും മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ തുടർന്നും സർക്കാരിൻ്റെ നയം അങ്ങനെ തന്നെയായിരിക്കും. അതിനെ പ്രതിപക്ഷം എങ്ങനെയായിരിക്കും നേരിടുക? അറിഞ്ഞൂടാ. നീക്കം ചെയ്ത ചിത്രങ്ങൾ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അത് മാറ്റിയിട്ടില്ല. നമ്മുടെ പോസ്റ്റോ ചിത്രങ്ങളോ നീക്കം ചെയ്യണമെങ്കിൽ 4 മാർഗമേ ഉള്ളൂ. ഒന്ന്, മെറ്റ തന്നെ ചില ഒരു മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കഠിനമായിട്ടുള്ള വയലൻസും രക്തച്ചൊരിച്ചിലും എല്ലാം കാണിക്കുന്നത്, അശ്ലീലം, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എടുത്ത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് വിരുദ്ധമാണെന്നാണ് പറയാം. അത് ഞാൻ ഈ പടവിട്ട് ചോദിച്ചപ്പോൾ മെറ്റ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് എതിരായിട്ടൊന്നും ഇതിലില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമല്ലോ, മെറ്റ സ്വയം നീക്കിയതല്ല ഈ കാര്യങ്ങളൊന്നും. പിന്നെ എങ്ങനെയാണ്? ഇന്ത്യ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. സർക്കാർ പറയുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യണം, സർക്കാർ പറയുന്ന അക്കൗണ്ടുകൾ പൂട്ടണം. പൂട്ടാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഈ പോസ്റ്റിനെതിരെ, അക്കൗണ്ടിനെതിരെ ഇന്ത്യ സർക്കാർ കേസെടുത്താൽ ഇവരും പ്രതിയാവും. അതുകൊണ്ട് ഈ ഭീഷണി ഉള്ളതുകൊണ്ട് അവർ നീക്കം ചെയ്യും. അപ്പം കേന്ദ്ര സർക്കാർ മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് ഈ അവകാശമുണ്ട്. ഇവിടെ നീക്കം ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ കൂടുതലും VD സതീശനെ വിമർശിച്ചിട്ടുള്ള പോസ്റ്റുകളാണ്. അത് കേന്ദ്ര സർക്കാരിന് നീക്കം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്ന് മാത്രമല്ല, ഗൂഗിൾ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ആ പോസ്റ്റ് തന്നെ കൃത്യമായി ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്നൊരു സന്ദേശമില്ല കാണുന്നത്. അത് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രാദേശിക അധികാരികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നീക്കം ചെയ്തതെന്ന് ഈ AI തന്നെ പറഞ്ഞിരിക്കണോ? അത് VD സതീശൻ പറഞ്ഞതിന് കടകവിരുദ്ധമാണ്. അത് പക്ഷെ അദ്ദേഹത്തിന് അറിവില്ലായിരിക്കും. പക്ഷെ അദ്ദേഹം നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നീക്കം ചെയ്തിട്ടുള്ളതെന്നതിന് അവർ തന്നെ പറയുന്നു, മെറ്റ തന്നെ പറയുന്നു. എന്തിനത്? അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യേണ്ടത്
ഈ മാധ്യമ ധ്വംസന സമീപനം അവസാനിപ്പിക്കണം. കേരളത്തിൽ പതിവില്ലെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന അമാന്യമായിട്ട് എന്തെങ്കിലും പ്രതിപക്ഷ നേതാവ് സംസാരിക്കാറുണ്ട്. ഒരു തെളിവാരെങ്കിലും കാണിക്കട്ടെ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ പ്രസ്താവനകൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ എവിടെയാണ് ഒരു രാഷ്ട്രീയ മാന്യതയ്ക്ക് ചേരാത്ത പ്രസ്താവന ഉള്ളതെന്ന്? പിന്നെ എങ്ങനെ നീക്കം ചെയ്യുന്നത്? ഇത് ജനാധിപത്യ മര്യാദകൾക്ക് വിരുദ്ധമാണ്, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്. ഈ നിലപാട് തിരുത്തണം. അതുകൊണ്ട് നിങ്ങൾ അപ്പീൽ കൊടുക്കൂ, ഞാനും സഹായിക്കാം. നിങ്ങൾ സഹായിക്കണ്ട, നിങ്ങൾ നൽകിയിട്ടുള്ള നിർദ്ദേശം പിൻവലിച്ചാൽ മതി. അതിനി കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് പറയണം. ഏതായാലും നീക്കം ചെയ്ത പോസ്റ്റുകളൊക്കെ ഞാൻ ഇപ്പോഴും നോക്കി എൻ്റെ വാളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അത് ഏതും കേന്ദ്രം അല്ലെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ അത് സർവീസ് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. ഓണത്തിനിപ്പം അങ്ങനെ ഇല്ലാന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സമീപ ഭാവിയിൽ ഈ സർവീസ് സഹകരണ ബാങ്കുകൾ ഒഴിവാക്കിക്കൊണ്ട്, അതായത് നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് പകരം മറ്റ് പൊതുമേഖലാ ബാങ്കുകളിൽ കൂടി അക്കൗണ്ട് എടുത്ത് അത് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും വലിയ പ്രതിഷേധാർഹമായ കാര്യം എന്താണെന്നറിയാമോ? 23 ലക്ഷം പേർക്കാണ് വീട്ടിൽ നേരിട്ട് സഹകരണ ബാങ്ക് വഴി കൊടുക്കുന്നത്. ഇത് കേരള സർക്കാർ എടുത്ത തീരുമാനമല്ലെന്ന് ഇവരാവശ്യപ്പെട്ടതാണ്. അവരോട് ചോദിച്ചു, നിങ്ങളുടെ പെൻഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലിട്ടാൽ മതിയോ, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ തരണമോ? ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി തരണമെന്ന് പറഞ്ഞവരുടേതാണ്. 23 ലക്ഷം പേര് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ തരണമെന്ന് പറയുന്നു. എന്ത് ന്യായത്തിലാണ് വി ഡി സതീശൻ കൊടുക്കില്ലെന്ന് പറയുന്നത്? ഇനി പാവപ്പെട്ട 23 ലക്ഷത്തോടുള്ള വെല്ലുവിളിയാണ് കേട്ടോ. നിങ്ങൾ അക്കൗണ്ട് തുറന്നോ, അത് സഹകരണ ബാങ്കിൽ പറ്റൂല, വാണിജ്യ ബാങ്കിൽ തന്നെ വേണം. അവിടെ പോയി ക്യൂ നിന്ന് പണം വാങ്ങിച്ചോളൂ എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നത് എന്ത് ന്യായമുള്ളത്? വാണിജ്യ ബാങ്കിന് പകരം സഹകരണ ബാങ്ക് പകരം വാണിജ്യ ബാങ്ക് കൊണ്ടുവരുന്നു. അതൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നാളെ അക്കൗണ്ടിൽ എപ്പോഴാണ് പണം വരുന്നതെന്ന് ആരറിയുന്നു? ഓരോരുത്തർക്കും എല്ലാവരുടെ അക്കൗണ്ടിൽ പണം വന്നോ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വൈകി പിന്നെ ചിലപ്പോൾ ഇല്ലെന്നും വരും. അതിലേക്ക് പോകുന്നതാണ്. മറ്റൊരു നാട്ടിലൊരു പ്രശ്നവും കേട്ടോ. ഒരു ആഴ്ച കഴിഞ്ഞിട്ടും സഹകരണ ബാങ്കിൽ നിന്ന് പണം എത്തിയില്ലെങ്കിൽ പ്രതിഷേധമായി പ്രകടനമായി. ഇതിപ്പോൾ ഒറ്റക്കൊറ്റക്ക് നമ്മുടെ സിലിണ്ടറിൻ്റെ പൈസ ബാങ്കിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലുള്ള പരിപാടിയായിട്ട് ഇതിനെ മാറ്റും.